വാഗമൺ പൈൻവാലി സന്ദർശന ഫീസ് വർദ്ധിപ്പിച്ച വനംവകുപ്പ് നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ ഏലപ്പാറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ചിൽ സംഘർഷം. പ്രതിഷേധ മാർച്ചും ധർണയും ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം വി അനൂപ് ഉദ്ഘാടനം ചെയ്തു. വാഗമൺ പൈൻവാലി സന്ദർശന ഫീസ് വർദ്ധിപ്പിച്ച ഫോറസ്റ്റ് നടപടിക്കെതിരെയാണ് ഡിവൈഎഫ്ഐ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കോലാഹലമേട്ടിൽ നിന്നും മാർച്ച് പൈൻവാലി പ്രവേശന കവാടത്തിൽ എത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. ഇതോടെ ഇവിടെ സംഘർഷാവസ്ഥയും ഉടലെടുത്തു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പ്രതിഷേധ മാർച്ചും ധർണയും ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം വി അനൂപ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളിവിടെ പറഞ്ഞപ്പോൾ ഞങ്ങള് നല്ല സംയമനം പാലിച്ച് തിരിച്ചു വന്നത് ഒരു സമരത്തിന്റെ മര്യാദ, ജനാധിപത്യ മര്യാദ ഉള്ളത് കൊണ്ടാ. ഇപ്പോ ഇവിടെയുള്ള എല്ലാ പോലീസുകാരെയും ഞങ്ങൾ പറയുന്നതാ, ചില പോലീസുകാർ വാഗമൺ പോലീസ് സ്റ്റേഷനിൽ ചില പോലീസുകാർക്ക് തോന്നലുണ്ടാകാം. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയുടെ കൈ കിട്ടുമ്പോ 10 കൊല്ലത്തിനു ശേഷം കോൺഗ്രസ് ആയ ചില പോലീസുകാർക്ക് ചിലപ്പോ തോന്നലുണ്ടാകാം, ഒതുക്കി വെച്ച ആ ലാത്തിയുണ്ടല്ലോ അതെടുത്ത് ഡിവൈഎഫ്ഐയുടെ എസ്എഫ്ഐയുടെമല്ല തലവഴി എന്ന് പ്രയോഗിച്ചു കളയാമെന്ന ധാരണയുണ്ടെങ്കിൽ തല ഞങ്ങൾക്ക് മാത്രമല്ല തിരിച്ചു നിങ്ങൾക്കുമുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുന്നത് എല്ലാ ഘട്ടത്തിലും നല്ലതാണ്. ഇത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ അധ്യക്ഷനായിരുന്നു. കനത്ത മഴയെ അവഗണിച്ചും നിരവധി പ്രവർത്തകർ മാർച്ചിലും ധർണയിലും പങ്കെടുത്തു. ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ് പൈൻവാലി ഫോറസ്റ്റ്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത പൈൻവാലിയിൽ മെഡിക്കൽ എയ്ഡ് പോസ്റ്റ്, റെയിൻ ഷട്ടർ, ടോയ്ലറ്റ് എന്നീ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും ഉയർത്തിയ പ്രവേശന ഫീസ് കുറയ്ക്കണമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ ആവശ്യപ്പെട്ടു. മാർച്ചിലും ധർണയിലും ബ്ലോക്ക് സെക്രട്ടറി പി പ്രശാന്ത്, ബ്ലോക്ക് ട്രഷറർ PR അനീഷ് എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, വാഗമൺ.